സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ ഹൈക്കോടതി നൽകിയ ഹർജി പിൻവലിക്കും. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. നാളെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം കോടതി അറിയിക്കും. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതൊരു സ്വാഭാവിക നടപടിയാണല്ലോ അല്ലേ ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് ഉത്തരവിറങ്ങിയ പശ്ചാത്തലത്തിൽ? ഉന്മേഷ്, സ്വാഭാവിക നടപടിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി തിങ്കളാഴ്ച നാളെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ VCയുടെയും സിൻഡിക്കേറ്റിന്റെയും സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാം എന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ ഇന്ന് അടിയന്തര സിൻഡിക്കേറ്റ് കൂടുകയും സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് അനിൽകുമാറിന്റെ തീരുമാനം. നാളെ ആ കോടതിയെ ഇക്കാര്യം അറിയിക്കും. അനിൽകുമാറിന്റെ പ്രധാനപ്പെട്ട ആവശ്യം, അല്ലെങ്കിൽ അനിൽകുമാർ കോടതിയെ ധരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, തനിക്കെതിരെ സസ്പെൻഷൻ നടപടി എടുക്കാനുള്ള അധികാരം VCക്കില്ല. ആ അധികാരം ഉള്ളത് അത് സിൻഡിക്കേറ്റിനാണ്. ഇനിയിപ്പോ VC അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അടുത്ത സിൻഡിക്കേറ്റ് കൂടുന്ന ഘട്ടത്തിൽ അത് സിൻഡിക്കേറ്റിനെ അറിയിക്കുകയും സിൻഡിക്കേറ്റിന് അംഗീകാരം ലഭിക്കുകയും വേണം എന്നുള്ളതാണ് അനിൽകുമാർ കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാദ്യം. പക്ഷേ നിലവിൽ ഇന്ന് ആ തീരുമാനം VC സിൻഡിക്കേറ്റിൽ അറിയിച്ച ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് റദ്ദ് ചെയ്ത് സസ്പെൻഷൻ നടപടി പിൻവലിച്ച കാര്യം ഔദ്യോഗികമായി അറിയിക്കുക അദ്ദേഹം ഇന്ന് വീണ്ടും ചുമതലയേൽക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പിൻവലിക്കാനുള്ള ഈ സ്വാഭാവിക നടപടി. അക്കാര്യം നാളെ കോടതിയെ അറിയിക്കും. VCയും തങ്ങളുടെ പറഞ്ഞോളൂ, പൂർത്തിയായിക്കോളൂ വിഷ്ണു. ഉന്മേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, VCയും നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VCക്ക് പറയാനുള്ള സത്യവാങ്മൂലം അറിയിക്കും. അതിൽ ഒരുപക്ഷെ ഈ വിയോജന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. തന്റെ അനുമതി ഇല്ലാതെയാണ് സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ VC പ്രത്യേക അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.